ക്ലേശമേറുമ്പോൾ പാപങ്ങൾ ചെയ്തു ചെയ്തു ഭാരമേറുമ്പോൾ രോഗത്താൽ നിൻ മനസ്സിൽ ക്ലേശമേറുമ്പോൾ ഓർക്കുക നീ രക്ഷകനാം യേശു നിന്റെ കൂടെയുണ്ടെന്ന് സ്നേഹമുള്ള ദൈവമെന്ന് കൂടെയുണ്ടെന്ന് വഴിയരികിൽ പതിതനായി കാത്തു നിൽക്കും നാഥൻ വഴി തെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ കരുണയുടെ മുഖമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് എല്ലാവരാലും വിധിക്കപ്പെടാനായി കൊണ്ടുവന്നവൾക്ക് വേണ്ടി വാദിക്കുകയും അവളുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈശോയെ വളരെ മനോഹരമായാണ് ഈ വചനഭാഗത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പാപിനിയായ സ്ത്രീയെ വിധിക്കാനെത്തുന്നവരോട് ഈശോ പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് അവരെ വിധിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ സ്വഭാവത്തോടും ഈശോ പ്രതികരിക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. അപരനെ വിധിക്കുന്നതിന് മുൻപായി സ്വയം പരിചിന്തനം നടത്താനുള്ളൊരു താക്കീതാണ് ഈശോ ഈ വചനഭാഗത്തിൽ നമുക്ക് നൽകുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുറ്റങ്ങളിലും കുറവുകളിലും പാപ സാഹചര്യങ്ങളിലുമെല്ലാം കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരോട് കരുണയോടുകൂടി വർത്തിക്കാം. ഇനിമേലിൽ പാപം ചെയ്യരുതെന്ന് ഈശോയുടെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.